ടു അനദർ വീഡിയോ ഓഫ് സൈലേൺ. പലപ്പോഴും നമ്മൾ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കും അല്ലേ? അവരെ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനോടപ്പുറത്തേക്ക് പല രീതിയിലുള്ള ലൈക്ക് ഇമോഷണലും കോഗ്നിറ്റീവും ആയിട്ടുള്ള ഏരിയാസിൽ ഈ കുട്ടികളിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെഡ് ടൈം സ്റ്റോറീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തേതാണ് ഈ ഒരു പേരൻറ്റും ചൈൽഡും തമ്മിലുള്ളൊരു ബോണ്ട് അത് സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. ഇതിലാദ്യം തന്നെ ഈ പേരൻറ്റും ചൈൽഡും തമ്മിലൊരു ക്വാളിറ്റി ടൈം കിട്ടുകയാണ്. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഇവർ തമ്മിൽ മാത്രമായിട്ടുള്ളൊരു സമയം അവർക്ക് കിട്ടുകയാണ്. അതുപോലെ ഒരു ഇമോഷണൽ കണക്ഷൻ ആ കുട്ടിയും പേരൻറ്റും തമ്മിൽ വരികയാണ് ചെയ്യുന്നത്. അത് അവരിലൊരു സെക്യൂരിറ്റി ഫീലിങ്ങും ഒരു ലവ് ഫീലിങ്ങും ഒക്കെ അവർക്ക് തോന്നും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വളരെയധികം ഈ ഒരു ബെഡ് ടൈം സ്റ്റോറീസ് റോള് വഹിക്കുന്നുണ്ട്. കഥകൾ കേൾക്കുന്നതിലൂടെ അവരുടെ ലിസണിങ് സ്കിൽസ് കൂടുകയാണ്. ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാനും ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പുതിയ വേർഡ്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വേർഡ്സ് അവരുടെ വൊക്കാബുലറി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇമാജിനേഷനും കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കഥകൾ കേൾക്കുന്നതിലൂടെ അവർ വിഷ്വലൈസ് ചെയ്യാനും അതുപോലെ നമ്മൾ പല ക്യാരക്ടർ, പല വേൾഡിലുള്ള സെനാരിയോസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവർ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടുള്ള അവർക്ക് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബെഡ് ടൈം സ്റ്റോറീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഥകൾ കേൾക്കുന്നത് പിന്നീട് അവർക്ക് വായനാശീലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുമുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്. താങ്ക് യു.